ലീഗിൽ കൂട്ടയടി, സ്ഥാനാർത്ഥിയെ നിർണയിക്കാതെ തല്ലിപ്പിരിഞ്ഞു. ലീഗ് മറ്റ് പാർട്ടികളെ പോലെ തകർന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് ഒരു പാർട്ടി മറ്റ് പല പാർട്ടികളിലും ഉള്ള പോലെ വലിയ വിഭാഗീയതയുടെ കുത്തൊടുക്കിൽ ഒഴുകിപ്പോകാത്തത് എന്തുകൊണ്ടാണ്? ഒരു നേതാവുണ്ട് ആജ്ഞാപിക്കാനും കൽപ്പിക്കാനും ഞങ്ങളോട് പറയാനും ഞങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും നിർദ്ദേശം നൽകാനും ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. ആ നേതൃത്വത്തിന് പിഴവ് പറ്റില്ല, അബദ്ധം പറ്റില്ല, തെറ്റുപറ്റില്ല. പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ മക്കൾക്ക് തെറ്റുപറ്റില്ല. ശരി, അപ്പൊ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നേതൃത്വത്തിന് പറ്റിയ തെറ്റാണ്. മുസ്ലിം ലീഗ് നേതാക്കന്മാരെ പ്രവർത്തകർ പൂട്ടിയിട്ടു. പച്ചപ്പതാകയാണ് ഞങ്ങൾക്ക് വലുതെന്ന് കരുതുന്ന 10,000-ങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബലം. ആരെങ്കിലും കൊടുക്കുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി പിറന്ന സംഘടനയെയും ജീവിപ്പിച്ച സമുദായത്തെയും തള്ളിപ്പറയുന്ന എംബോക്കികളുടെ പേരിൽ ഈ ലീഗുകാരനെ ചേർത്തു വെക്കാൻ രോമൊക്കെ മുരിങ്ങാകോല് വരി എണീറ്റില്ല എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ്. അപ്പൊ എങ്ങനെ സാജിദായിബേ, നേതാക്കന്മാരെ പൂട്ടിയിട്ട പ്രവർത്തകരൊക്കെ എംബോക്കികളാണെന്ന് ഉറപ്പിക്കാവോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇജാതി ചീച്ചില് കേസുകൾക്ക് ഇനി ഇടപെടാൻ ഞാനില്ല. ആരേലും തല്ലേ കൊല്ലേ നമ്മ തല്ലി ചാവ എന്തേലും ആയിക്കോട്ടെ, നമ്മളില്ലേ ഒരു പരിധി ഇല്ല അതിനൊക്കെ. വെറുതെ നമ്മളിങ്ങനെ നാറാന്നല്ലാതെ. നിങ്ങൾ ചെറുപ്പക്കാരിങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ. പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിൽ മാത്രമല്ല, മൊത്തത്തിലുണ്ടായി. സമാധാനപ്പെടി, നമുക്ക് പരിഹാരം കണ്ടെത്താം. കോതമംഗലം പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഭരണപക്ഷ അംഗങ്ങളുടെ വാക്പോര് അടിയിൽ കലാശിച്ചു. ഭരണസമിതിയുടെ അവസാന യോഗത്തിനിടെയായിരുന്നു LDF അംഗങ്ങൾ പരസ്പരം വാക്കേറ്റമുണ്ടാക്കി. കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. വോട്ട് ചേർക്കുന്നതും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തർക്കത്തിന് ഇടയാക്കിയത്.